ഈ അഴിമതി ആരോപണം ഉന്നയിച്ചത് ഉന്നത ശ്രേണിയിലുള്ള പാർട്ടി നേതാക്കളുടെ അറിവോടുകൂടി ആവശ്യപ്രകാരം. പക്ഷേ ആ അഴിമതി ആരോപണം കറക്റ്റ് ആയിരുന്നില്ല, അപ്പോൾ വെറുതെ കഴിക്കായിരുന്നു. ഏത് അഴിമതി ആരോപണം? അല്ലല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കറക്റ്റ് അല്ല നിങ്ങളെ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു ഐ വിൽ ക്ലിയർ യു ദാറ്റ്. ഈ പറയുന്ന മറുനാടനുമായിട്ടുള്ള വിഷയത്തിലാണല്ലോ ഞാൻ ഇവരെ തെറ്റുന്നത്. അപ്പൊ എന്തുകൊണ്ട് അവരൊരു നിലപാടെടുക്കുന്നത്? എന്താണ് ഇവരുടെ പിന്നിൽ? ഇതുപോലെയുള്ള ഒരു സാമൂഹ്യ ദ്രോഹിയെ ഇവർ പിന്തുണക്കുമ്പോൾ ഇവരുടെ മാനസിക നിലപാട്, പല ഇഷ്യൂവിലും ചെറിയ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കുന്നത്. ഈ അന്വേഷിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പാർട്ടി ലീഡർഷിപ്പിനോട് പറയുന്നത്. ഇത്രയും കാര്യങ്ങളുണ്ട്, ഇതിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായോ? ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ ഞാൻ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയതാണ് ലീഡർഷിപ്പില്. അപ്പോഴാണ് അവർ പറയുന്നത്, ഇനി നിങ്ങൾ പറയേണ്ടടുത്ത് പറഞ്ഞല്ലോ, നിങ്ങളത് പബ്ലിക്കായി പറയും, നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത് എൻ്റെ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? മറ്റേത് അങ്ങനെയല്ല. ഞാൻ ആദ്യം പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ശശിന്റെ മറ്റേ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതും ഇത് നിങ്ങൾ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കണം. അത് എനിക്കൊരു ബോധ്യമില്ലാത്ത ഒരു സാധനം എനിക്ക് എഴുതിയത് MLA ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഉന്നയിക്കണം എന്ന് പറയാണ്. ഇത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യം ഞാൻ പാർട്ടി ലീഡർഷിപ്പിനെ ബോധ്യപ്പെടുത്തിയതാണ്. എത്ര മാഷന്മാരെ ഇല്ലെന്ന്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും ബംഗാളിൽ കോൺഗ്രസോ CPM ഒരു തരത്തിലും തൃണമൂൽ കോൺഗ്രസുമായി സഹകരിക്കുന്ന പാർട്ടികളല്ല. അതേ സമീപനം ബംഗാളിൽ സ്ഥിതി ഞാൻ പറഞ്ഞു. അതേ സമീപനം കേരളത്തിൽ കോൺഗ്രസ് എല്ലാം തുടർന്നാൽ PV അൻവറിനും ഇവിടുത്തെ തൃണമൂൽ കോൺഗ്രസിനും ഇതുപോലെ തന്നെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകേണ്ടി വരില്ലേ? ചേർത്ത് വയ്ക്കാം. കെ മുരളീധരൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് താങ്കളുടെ തെറ്റിദ്ധരിപ്പിച്ചില്ല. കെ മുരളീധരൻ അന്നും എൻ്റെ ജ്യേഷ്ഠസ്ഥാനത്താണ്, ഇന്നും എൻ്റെ ജ്യേഷ്ഠസ്ഥാനത്താണ്. അത് നിങ്ങൾ ചോദിച്ചാൽ മതി. ഇപ്പം ഈ പറഞ്ഞ കാര്യം എന്താണ്, അതായത് ത്രിപുരയിൽ കോൺഗ്രസുമായിട്ട് പ്രശ്നമാണല്ലോ ചോദിച്ചത്. സോറി, ബംഗാളിലെ ഈ വിഷയം ഞാൻ അവിടെ സംസാരിച്ചാണ്, അഭിഷേക് ബാനർജിയുമായി സംസാരിച്ചാണ്. അവരതിന് പറഞ്ഞ മറുപടി, ഈ പറയുന്ന കോൺഗ്രസ് CPM-മായി യോജിച്ചിട്ടാണ് അവിടെ വന്നത്. CPM-മായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. CPM ഇല്ലാതെ കോൺഗ്രസ് ഒറ്റയ്ക്ക് വന്നിരുന്ന് ഞങ്ങൾ സഹായിക്കുമായിരുന്നു. അപ്പോൾ CPM-നെ കോംപ്രമൈസ് ചെയ്യുന്ന വിഷയമില്ല എന്ന് അവർ തീർത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി പറഞ്ഞു, ഈ വരാൻ പോകുന്ന ഇപ്പം ഞാൻ ഈ രാജിവെക്കുന്നതോട് കൂടി ബൈ ഇലക്ഷൻ്റെ വിഷയം വരും. അവർ പറഞ്ഞു അവരുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ നിലമ്പൂരിൽ വന്നിട്ട് UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കും. ഇതൊക്കെ സംസാരിച്ചിട്ടേ വന്നത്. ഞാൻ ഒന്നും കാണാതെ അന്തം വിട്ട് അങ്ങോട്ട് പോയി അതിലേറെ അന്തം വിട്ട് ഇങ്ങോട്ട് വന്നു നിങ്ങൾ വിചാരിക്കണ്ട. ഞാനിവിടെ വരാനിരിക്കുന്ന എന്താ പറയുക, ഇതിൻ്റെ മുകളിലുണ്ടാകുന്ന ഹഡിൽസ് ഇതെല്ലാം ഡിസ്കസ് ചെയ്ത മഹുവ മൈത്ര ഉൾപ്പെടെയുള്ള മലയാളികൾക്ക് മനസ്സുകൊണ്ടും രാഷ്ട്രീയക്കാർക്ക് വ്യക്തിപരമായും അറിയുന്ന ദേശീയ ലീഡർഷിപ്പ് നിലമ്പൂർ ഇലക്ഷനിൽ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വന്ന് പ്രസംഗിക്കും. അതിന് തർക്കമില്ല.